പി എസ് സിയുടെ LGS പരീക്ഷയുടെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യനോട്ട് പോകാം. ഇവിടെ നോക്കുക 2, 6, 12, 20, 30. നെക്സ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഞാൻ പേനാന്ന് എടുക്കട്ടെ. ഓക്കെ, ഇവിടെ നോക്കുക 6. ഇവിടെ 4 കൂടി, 2-ൻ്റെ കൂടെ 4 കൂടിയപ്പോൾ 6, 6-ൻ്റെ കൂടെ 6 കൂടിയപ്പോൾ 12, 12-ൻ്റെ കൂടെ 8 കൂടിയപ്പോൾ 20, 20-ൻ്റെ കൂടെ 10 കൂട്ടിയപ്പോൾ 30. അപ്പോൾ 4, 6, 8, 10 ഈ രീതിയിലാണ് കൂടുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ 12 കൂടണം. അപ്പോൾ 30-ൻ്റെ കൂടെ 12 കൂടിയാൽ നമുക്ക് 42 കിട്ടും അല്ലേ. അപ്പോൾ 42 നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും ഈ ടൈപ്പ് ചോദ്യങ്ങളുടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൽസ്യമാണ് കാണേണ്ടത്. തന്നിരിക്കുന്നത് 8, 12, 15-ൻ്റെ എൽസ്യം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പ്രൈം നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4, 2, 8, 6, 2, 12. 15-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെ എഴുതാം. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2, 2, 4, 2, 3, 6. 15-നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 3, 15. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1, 5. ക്ലിയർ അല്ലേ? 15-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. നമുക്ക് കിട്ടുന്ന സംഖ്യകളെന്ന് പറയുന്നത് 2, 2, 2, 3, 5 എല്ലാം നമുക്കൊന്ന് എഴുതാം. അപ്പോൾ എൽസ്യമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. എൽസ്യം എന്ന് പറയുന്നത് എന്താണ്? 2, 2, 2 നമുക്കൊന്ന് എഴുതാം. 2 × 2 × 2, 2 × 2 × 2 × 3 × 5, 3 × 5 എല്ലാ സംഖ്യകളെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 2, 2, 4, 4, 2, 8, 8, 3, 8, 3, 24, 24 × 5, 4, 20-ന് 0, 2, 2, 10 അല്ല 5, 4, 20-ന് 0, ശിഷ്ടം 2, 5, 2, 10, 12. എൽസ്യം എന്ന് പറയുന്നത് 120 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശിഷ്ടം 5 വരുന്ന സംഖ്യ, അതായത് 120 ഈ 120 എന്ന് പറയുന്ന സംഖ്യ ഈ എല്ലാ നമ്പറും കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ശിഷ്ടം 5 വരണം. അതായത് ഈ 120-ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസറായി. അതായത് 125 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 3/5, 5/8, 2/3 എന്നിവ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് പറയുന്നത് ആദ്യം ചെറുത്, പിന്നെ വലുതായിട്ട് 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 പോകണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3/5 നമുക്ക് കാണാൻ പ്രയാസമാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം? എല്ലാത്തിൻ്റെ കൂടെ നമുക്കൊരു 0 ഇട്ട് നോക്കാം. 30/5 ആയി. ഇവിടെ ഒരു 0 ഇടുമ്പോൾ 50/8 ആയി. ഇവിടെ ഒരു 0 ഇടുമ്പോൾ 20/3 ആയി. നമുക്കൊന്ന് നോക്കാം. 30-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കൃത്യം 6, 5, 30, 6 എന്ന് നമുക്ക് കിട്ടും. 50-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8, 6, 48, 6 കിട്ടി. 8, 6, 48. ശിഷ്ടം 2 ഉണ്ട്. 2-ൻ്റെ കൂടെ ഒരു 0 ചേർക്കുമ്പോൾ 20, 20-ൽ 8 ഏകദേശം 2 പ്രാവശ്യം 6.2 എന്ന് കിട്ടി. 20-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 3, 18, 6 എഴുതാം. 6, 3, 18 പോയിട്ട് 2 ഉണ്ട്. 2-ൻ്റെ കൂടെ ഒരു 0 ചേർക്കുമ്പോൾ 20, 20-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും നമുക്ക് 6 കിട്ടും. ഈ രീതിയിലാണ് പോകുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഏറ്റവും ചെറിയ സംഖ്യ 6, അതിൻ്റെ വലുത് 6.2, അതിൻ്റെ വലുത് 6.6. അപ്പോൾ ഈ ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് ആദ്യത്തേത്? 3/5 ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞ് എത്രയാണ്? 5/8 അതിൻ്റെ വലുത്. അടുത്തത് 2/3 അതിൻ്റെ വലുത്. സോറി, അപ്പോൾ 3/5, 5/8, 2/3 ഓപ്ഷനിലുണ്ടോ? 3/5, 5/8, 2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകും. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് കാണാം. പരപ്പളവ് എന്ന് പറയുന്നത് വിസ്തീർണ്ണമാണ്. ഓക്കെ ആണല്ലോ? ചുറ്റളവ് എന്ന് പറയുന്നത് 4A അല്ലേ? 4A ആണ് ചുറ്റളവ് കാണാനുള്ള വാക്യം. അത് നമുക്ക് 36 എന്ന് തന്നിട്ടുണ്ട്. അതായത് A കാണുവാനായിട്ട് 36-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് 9 എന്ന ആൻസർ കിട്ടും. പരപ്പളവ് എന്ന് പറയുന്നത്, പരപ്പളവ് കാണാനുള്ള വാക്യം A² ആണ്. ഇവിടെ A എന്ന് പറയുന്നത് 9 ആണ്. 9-ൻ്റെ സ്ക്വയർ 81 നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ 81 ഉണ്ട്. 81 ആണ് നമ്മുടെ ആൻസർ. വളരെ പെട്ടെന്ന് നമ്മൾ പോകാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി 12 ആണ്.
ഒരു പുതിയ കുട്ടി കൂടി വന്നപ്പോൾ ശരാശരി 13 എങ്കിൽ പുതിയ കുട്ടിയുടെ വയസ്സ് എത്ര? ഇത് കാണുവാനായിട്ട് ആദ്യം തന്നിരിക്കുന്ന 20ഉം 12ഉം കൂടെ നമുക്ക് ഗുണിക്കാം. 20 × 12 ഗുണിച്ചാൽ എത്ര കിട്ടും? 20നെ 12 കൊണ്ട് ഗുണിച്ചാൽ 2നെ 12 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 24, ഒരു 0 ഇവിടെ 240 ഇനി അടുത്ത് നമുക്ക് ഒരു കുട്ടി കൂടി വരുമ്പോൾ 20 കുട്ടിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരു കുട്ടി കൂടി വന്നപ്പോൾ അത് 21 മാറി. അപ്പോഴത്തെ ശരാശരി 13. അപ്പോൾ നമുക്ക് 21നെ 13 കൊണ്ട് ഗുണിക്കുക. നമുക്കൊന്നിവിടെ ഗുണിച്ച് നോക്കാം. 21 × 13, 3 1 3, 3 2 6, 1 1 1 2 നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 7 2 എന്ന് കിട്ടും. അതായത് ഇവിടെ 273 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് പുതിയ കുട്ടിയുടെ വയസ്സാണ്. ഇത് കാണുവാനായിട്ട് 273 നിന്ന് 240 കുറച്ചാൽ മതി. നമുക്ക് 33 ആൻസർ കിട്ടും. ഓപ്ഷനിൽ 33 ഉണ്ടോ? ഉണ്ട്. 33 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4.32 പ്ലസ് 0.8 പ്ലസ് 12.001 മൈനസ് 5.6. അപ്പോൾ ഇതുമൊക്കെ ആഡ് ചെയ്യാനാണ്. ഇതിന് മൈനസ് ചെയ്യണം. നമുക്ക് ഇത് 3 കൂടെ ആഡ് ചെയ്യാം. നമുക്കിവിടെ എഴുതാം 4.32. അടുത്തത് 0.8. നമുക്കൊരു 0 കൂടെ ചേർക്കാം. 8 0 എന്ന് എഴുതാം. 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇട്ട് നോക്കാം. അടുത്തത് 12. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. ചുമ്മാ ഇട്ട് കൊടുക്കാം. ഓക്കെയാണ്. അടുത്തത് 12. 12 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം. ഡെസിമൽ എപ്പോഴും ഈ ദശാംശം എപ്പോഴും നേരെ വന്ന 12.00 001 അത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും നമുക്ക് കൂട്ടാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ ഓരോ 0 ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ 0 ഇടുക, ഇതിൻ്റെ മുകളിൽ 0 ഇടുക. അപ്പോൾ ഏറെക്കുറെ ബാലൻസ് ആയി. ഇനി കൂട്ടുക 1 കിട്ടും. ഇവിടെ കൂട്ടുക 2 കിട്ടും. ഇവിടെ കൂട്ടുക 8 3 11 കിട്ടും. ശിഷ്ടം 1 1 4 5 2 7 കിട്ടും. ഇവിടെ 1 അതായത് 17.121 കിട്ടും. 17.121. ഇതിൽ നിന്ന് എത്ര കുറക്കണം? 5.6 കുറക്കണം. 5.6 വേണം. 2 0 ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. വേണം ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 2 11 6 പോയാൽ 5 പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ 6 ഉള്ളു. 6ൽ നിന്ന് 5 പോയാൽ 1, പിന്നെ 1. അത് 11.521 ഉണ്ടോ? 11.521 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുവാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ആൻസർ ചെയ്തെടുക്കാം. 16 പ്ലസ് 8നെ 4 കൊണ്ട് ഡിവൈഡ്. ആദ്യം ഡിവിഷൻ ചെയ്യുക. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 മൈനസ് 2. ഇനി ഈ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. അപ്പോൾ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 ഗുണമെന്നാണ് അർത്ഥം. അപ്പോൾ 2 ഗുണം 3ൽ നിന്ന് 1 പോയാൽ 2. ഇത്രയും ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് ഈ ഗുണിക്കണം. അതായത് 16 പ്ലസ് 2 മൈനസ് 2 × 2 4. ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു. പിന്നെ 16ഉം 2ഉം കൂടെ നമുക്ക് കൂട്ടാം 18. 18ൽ നിന്ന് 4 കുറക്കാം. നമുക്ക് എത്ര ആൻസർ കിട്ടും? 14 നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ തന്നിട്ടില്ല. നമ്മുടെ ആൻസർ 14. ഓപ്ഷൻ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. 14 നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേപോലെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിലൊക്കെ തരുന്നതാണ്. ഓക്കെ.